അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സുധ ചെയ്സാണ്. കർത്താവിൻ്റെ ദാസി ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷകനായ പ്രിയ ചെയ്സ് ജോസഫ് പാസ്റ്ററുടെ സഹധർമ്മിണിയാണ് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സുധ ചെയ്സ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സുധ ചെയ്സിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എനിക്ക് കഴിഞ്ഞ നാളുകൾ അരോമ ടി വിയിലുള്ള ഒരു സഹോദരി ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനിടയായി. ആ സഹോദരി എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാനിടയായി. പാസ്റ്റർ ദാനിയൽ ജോൺ ഇങ്ങനെ ഗുജറാത്തിൽ ഇരിക്കുന്നു, അവർ ഇങ്ങനെ നമുക്കൊരു ടെസ്റ്റിമണി ഇത് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ ഇടയായത്. പിന്നെ പാസ്റ്റർ എന്റെ നമ്പർ കൊടുത്തു. അങ്ങനെ പാസ്റ്റർ എന്നെ വിളിച്ചു. സന്തോഷമായിരുന്നു. സ്തോത്രം. കർത്താവിൻ നാമത്തിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത ഒരു സാക്ഷ്യ പറയാൻ ആഗ്രഹിക്കുന്നു. അരോമ ടി വിക്ക് ഞാൻ വന്ദനം പറയുന്നു. സ്തോത്രം. ഈ അവസരം ഉണ്ടാക്കി തന്ന പാസ്റ്ററിന് നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ വരാനിടയായി? ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് കർത്താവ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കർത്താവിന് പേര് കൂടാൻ ഞാൻ കേട്ടിട്ടില്ലാത്ത നാട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് കറണ്ട് ഒന്നും ഇല്ല. മണ്ണെണ്ണ വിളക്ക് അത് വെള്ളപ്പോളെ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ ഒരു അവസ്ഥയില് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കറണ്ട് എന്ന് പറഞ്ഞ എന്താ, ബസ് എന്ന് പറഞ്ഞ എന്താ, ഇങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ ഇത് കൂർഗ് ഡിസ്ട്രിക്റ്റില് എന്റെ അപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് എന്റെ അപ്പന് പട്ടാളത്തിന് റിട്ടയർഡ് ആയിട്ട് വന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലാണ് പ്ലേസ് കൊടുത്തത്. അങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ഇപ്പൊ സിറ്റിയിലോട്ട് പോകാനോ, ഞങ്ങൾ ആ സ്ഥലത്തിൽ സിറ്റി കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കൊന്നും അറിയത്തില്ല. ഈ ഒരു കാത്തലിക് നടത്തുന്ന ഒരു ചർച്ച്, ചെറിയ ഒരു ചാപ്പലിലാണ് ഞങ്ങൾക്ക് സ്കൂൾ പഠിപ്പിക്കാൻ അവിടെ ഒരു മാസ്റ്റർ സാറ് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ അപ്പൊ നമുക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ക്ലാസ്സിലൊന്നും പോകത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ നാളുകൾ ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങളുടെ ജീവിതം തുടരുമായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്നെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളാകുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഞങ്ങള് 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 6, 7 ഒരു ബേബി, ബോയ് ബേബി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വിശ്വാസമോ എന്തോ ഒന്നും അറിയത്തില്ല. ഞങ്ങളോട് ആകെ സുവിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ സുവിശേഷം എന്ന് പറയാനുള്ള അങ്ങനെ എന്താ ഇതൊന്നും നമുക്ക് അറിയില്ല. ആ സമയത്തിൽ ഞങ്ങൾ അനുദിനം ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അവധി കിട്ടുന്ന സമയത്ത് ഞങ്ങള് ജോലിക്ക് പണിയെടുക്കാൻ പോന്നു. അവിടെ അടുത്തടുത്തുള്ള പണിയാൻ പോകുമ്പോ പല കഥകൾ അവർ പറയൂ. എന്റെ വീട്ടിലായെങ്കിൽ എന്റെ അമ്മ പല കഥകൾ പറയൂ. അപ്പൊ അമ്മയുടെ മുത്തജ്ജി കഥ കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. ആ മുത്തജ്ജി കഥയില് ഞങ്ങൾ ഇപ്പോഴും ഇത്രയും ഉള്ളത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പോ ഈ അമ്മയ്ക്ക് ഈ ഞങ്ങളെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോ, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ നിങ്ങള് പശു പറ്റി കാക്ക ആയിട്ട് ജനിക്കുന്നു പറയും. ആ കൂടുതലായിട്ട് പറയുന്നത് കാക്കയെ പറ്റി പറയും. നീ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നീ കാക്കയായിട്ട് ജനിക്കണം. അവിടെ നിന്നാണ് എനിക്ക് എന്റെ ജന്മത്തോട് ഇഷ്ടക്കേട് തോന്നിയത്.
ഒരുപാട് ഇഷ്ടക്കേടുകൾ എനിക്ക് തോന്നുമായിരുന്നു. ഇതെന്തോ കാക്ക അടുത്ത ഒരു ജന്മം. അപ്പൊ ഞാൻ ചോദിച്ചു, അടുത്ത ജന്മം ഉണ്ടാവോന്ന് ചോദിച്ചു. അപ്പൊ 7 ജന്മം ഒരു മനുഷ്യനായിട്ട് ജനിച്ച 7 ജന്മം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ 7 ജന്മം ഉണ്ടാകും. ഏഴാമത്തെ ജന്മ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ അവന് മോക്ഷം കിട്ടൂ. നമ്മൾ ഈ ജന്മത്തില് ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അടുത്ത ജന്മം ഞങ്ങൾക്ക് ലഭിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാനത് എന്റെ ഹൃദയത്തിൽ അങ്ങ് വിശ്വസിച്ചു, ഉറപ്പിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് കാക്കയെ നോക്കുമ്പോ ഈ കാക്ക ഈ എലിയെ പിന്നെ പാമ്പിനെ കൊണ്ടുവന്ന് തിന്നുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടായി. ഞാൻ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ഥലം വിട്ടിട്ട് ഒരു തോടുണ്ട്. ആ തോടിലോട്ട് പോയിട്ട് എന്താ ചെയ്യണ്ടേ? എന്റെ സ്വഭാവം വളരെ മോശാ. ഞാൻ അനിയത്തിമാർക്ക് അടിക്കുന്നു, അവർ എന്നെ അടിക്കുന്നു. അപ്പോ അത് ഞാൻ മൂത്തതായതുകൊണ്ട് ഞാനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയുന്നത് കൊണ്ട് എനിക്കാണ് ശക്തി കൂടുതലായതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ നല്ല അടി കൊടുക്കും. അവര് എന്തെങ്കിലും ഒപ്പിക്കുമ്പോ ഞാൻ അവർക്ക് അടി കൊടുക്കും. അപ്പോ അമ്മ എന്നോടാണ് ഇഷ്ടക്കേട് കാണുന്നെ. ഞാനാണ് മൂത്തത്. എന്റെ ബ്രദർ ഉണ്ട്. ബ്രദർ ഇങ്ങനത്തെ കാര്യത്തൊന്നും വരത്തില്ല. ഞങ്ങള് പെൺകുഞ്ഞുങ്ങളെല്ലാം കൂടിയിട്ട് വഴക്കാ ഇടയ്ക്ക്. അപ്പോ ഇത് കഴിഞ്ഞു, കുറെ നാളുകൾ കഴിഞ്ഞു. അപ്പൊ ഡെയിലി അമ്മയുടെ കഥ കേട്ട് 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 പിന്നെ ഈ ഭൂതത്തിന്റെ കഥ, പിശാച് എങ്ങനെ വരുന്നത്, അപ്പൊ അമ്മ അനുഭവിച്ച എക്സ്പീരിയൻസ് എല്ലാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞാകുമ്പോ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഞങ്ങൾക്ക് രാത്രി വർക്കും നഷ്ടപ്പെട്ടു. പിന്നെ പഠിക്കാൻ പറ്റത്തില്ല, സ്കൂൾ പോകാൻ പറ്റത്തില്ല. സ്കൂൾ പോയാൽ അവിടെ രാത്രി ഉറങ്ങത്തില്ല പേടി കൊണ്ട്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു. അപ്പൊ എനിക്ക് 7ാം ക്ലാസ് കഴിഞ്ഞു. എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പോണെന്ന് ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോ ഈ 2 മാസം അവധി ഉണ്ടായിരുന്നു. അവധി ഇടയ്ക്ക് എനിക്ക് സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, എന്റെ ഒരു കസിൻ സിസ്റ്റർ ചേച്ചി ഉണ്ടായിരുന്നു. അവർ ബാംഗ്ലൂർ അടുത്ത തുംകൂർ ജില്ലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അവരെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ബട്ട് എന്റെ അമ്മയ്ക്ക് മാത്രമേ ബന്ധുക്കൾ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് ബന്ധുക്കൾ സ്വന്തക്കാരനെ ഒന്നും അമ്മ പരിചയപ്പെടുത്തിയിട്ടില്ലാണ്. അവരുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോകോ അവർ വിളിക്കോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ അത് എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്തത്. ഓക്കെ. അപ്പോ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് 1 ഇയർ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു, എന്റെ ചേച്ചിയുടെ വീട്ടില്. അപ്പൊ അവരുടെ വീട്ടില് ഞാൻ 1 ഇയർ അവരുടെ വീട്ടിലെല്ലാം ജോലി ചെയ്യുക. വളരെ ആഗ്രഹം എനിക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പോണോ എന്ന ആഗ്രഹത്തിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ബട്ട് അവർ എന്നെ അവിടെ സ്കൂളിൽ വിട്ടില്ല. അത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. അത് ആരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. 8ാം ക്ലാസ് പഠിക്കാൻ വിടുന്നില്ല. അപ്പോ മാക്സിമം അവരുടെ വീട്ടിൽ നന്നായിട്ട് ജോലി ചെയ്യുക, വിശ്വസ്തയായിട്ട് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും 1 വർഷം കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. ആ വിശ്വാസത്തിൽ ഇരിക്കുമ്പോ അവസാന നാളുകൾ വരുമ്പോ അവിടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അത് ബൈബിളിന് എനിക്ക് അറിയത്തില്ല. മറ്റേ ഈ എന്താ സംഭവം എനിക്കൊന്നും അറിയത്തില്ല. ആ സമയത്തില് വലിയ ഒരു കറുത്ത ബുക്ക് ഉണ്ടായിരുന്നു. അവിടെ കുറെ ബുക്സ് ഉണ്ടായിരുന്നു. അതിൽ ഇതൊരു ബുക്സ്. അപ്പൊ അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു. പഴയ നിയമം ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അത് കന്നഡ ബൈബിൾ ആയിരുന്നു. അപ്പൊ എനിക്ക് കന്നഡ, എന്റെ ലാംഗ്വേജ് മാതൃഭാഷ കന്നഡ ആയതുകൊണ്ട്, ഞാൻ പഠിച്ചത് കന്നഡ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു. അതിൽ വചനം ഉണ്ടായിരുന്നു. അതില് ദൈവം ആകാശവും ഭൂമിയെ ഉളവാക്കിയെന്ന് പറഞ്ഞിട്ട് ആ വചനം ഞാൻ വായിച്ചു. അപ്പോ ഇത് കുറച്ചുകൂടെ കൂടുതൽ വായിക്കുമ്പോ ഇത് 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 ഭൂമി ക്രമമില്ലാതെ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഇത് എന്തോ കഥ നന്നായിട്ടുണ്ടല്ലോ. ഈ കഥ ഒത്തിരി എനിക്ക് എന്റർടൈൻമെന്റ് തരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ട് വായിച്ചു. കൂടുതൽ വായിക്കുമ്പോ ആഹ് ഒരു പാരഗ്രാഫ് ഇത് മാത്രം വായിച്ച ഉടനെ എന്റെ ചേച്ചിയുടെ മോന് പറഞ്ഞു, മമ്മി ആന്റി ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോ പെട്ടെന്ന് വന്നിട്ട് അവർ ചോദിച്ചു, എടി നീ ആ പുസ്തകം വായിച്ചോന്ന്. അതെ അതെ അപ്പൊ പെട്ടെന്ന് ഇവർ പറഞ്ഞു, അത് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ക്രിസ്ത്യാനികളെ ബുക്കാണ്, അത് നമ്മൾ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അവർ പെട്ടെന്ന് പറഞ്ഞു, അത് വായിച്ചത് കൊണ്ട് അത് മുഴുവൻ വായിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പാപം പരിഹരിക്കപ്പെടത്തില്ല. അത് ഓരോ പേജ് വായിച്ചത് കൊണ്ട് ഇനി എല്ലാം വായിക്കണമെന്ന്. അതോടെ എനിക്ക് അന്ന് എനിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ബുക്ക് ഞാൻ എങ്ങനെ വായിക്കൂ? അതാണ് എന്റെ പേടിയായിരുന്നു. അപ്പൊ ഞാന്
പേടിച്ചു. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ കല്യാണം ഒന്നും നിന്റെ കല്യാണം ഒന്നും നടക്കത്തില്ല, നീ ഇന്ന് സിസ്റ്ററായിട്ട് ചർച്ചിൽ കോൺവെന്റിൽ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതോടെ പിന്നെ നിരാശ വന്നു. നിരാശ വന്നിട്ട് അയ്യോ എനിക്ക് കല്യാണവും ഇല്ല ഒന്നുമില്ല, എല്ലാവരും കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കും, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാവി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചു. വിഷമിച്ചിട്ട് അപ്പൊ എന്തായാലും കൂടുതൽ പാപം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ആക്ച്വലി ഞാൻ ചെറുപ്പത്തില് ഈ കോൺവെന്റില് അവിടെ പോയി പഠിച്ചത് കൊണ്ട്, സ്കൂൾ കോൺവെന്റ് സ്കൂൾ ചർച്ച് സ്കൂൾ ആയതുകൊണ്ട് അവിടെ അച്ഛന്മാർ വന്ന് ഇങ്ങനെ ഇത് വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് യൂണിഫോം പോലെ ഇങ്ങനെ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നത്, പിന്നെ സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കും, അങ്ങനെ പോയി ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന് ഓർത്തു. എന്തായാലും ഞാൻ വായിച്ച അതുകൊണ്ട് പൂർണ്ണമായി എല്ലാം വായിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ആകുമ്പോ ഭയങ്കര പനിയാ, ജോലിയെല്ലാം ചെയ്തു, പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്തിട്ട് 4 പേജ് നെക്സ്റ്റ് ഡേ വായിച്ചു. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ മനസ്സിലാക്കിയാലും ശരിയാവത്തില്ല, എന്നാൽ ചുമ്മാ എല്ലാ ഒരു കുത്ത് കോമ എല്ലാം ഇങ്ങനെ ഞാൻ വായിച്ചിട്ട് എന്റെ മനസ്സിലൊന്നും ഇത് ഉണ്ടാകരുത്, പക്ഷെ ഈ പാപ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് ഞാൻ ഇത് വായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു. ഇത് വായിച്ചിട്ട് കഴിഞ്ഞു. കഴിഞ്ഞില്ല, കുറച്ച് പുതിയ നിയമം വരുന്ന മുമ്പിൽ തന്നെ ഇത് ഐസയ 66 വരുമ്പോ ഈ വിഗ്രഹ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇതെല്ലാം മനുഷ്യരുടെ കൈപ്പണി അത്രേന്ന് ഇങ്ങനെ പറയുമ്പോ എന്റെ ഹൃദയത്തില് പെട്ടെന്ന് ഇവിടെ വലിയ നമ്മുടെ അവരുടെ വീട്ടിൽ വലിയ ഒരു ഐഡൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ പൂജാമുറി ഉണ്ടായിരുന്നു, വലിയ ഒരു പൂജാമുറി, അതിൽ എല്ലാ ദൈവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എല്ലാ പൂജാമുറികളും അവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി നോക്കിയത്, ഇത് വിഗ്രഹമാണോ എന്ന് പറയുന്നു, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് പറഞ്ഞു, മറ കൊണ്ട് ഉണ്ടാക്കുന്നു പറയുന്നു. അപ്പൊ ശരിക്കും സത്യമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഒരു കൃഷ്ണന്റെ വിഗ്രഹം എടുത്തിട്ട് നോക്കുമ്പോ അതിലുള്ളത് വലിയ ചലന്തിയായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോ അത് പൊട്ടി. അന്ന് തൊട്ട് എന്റെ പേടിന്ന് പറഞ്ഞ ഈ വിഗ്രഹം ആകെ പൊട്ടിച്ചത് പറഞ്ഞാൽ ഇനി എന്നെ ചേച്ചി വെച്ചേക്കത്തില്ല. അപ്പോ ഞാനത് പെട്ടെന്ന് ചലന്തി അങ്ങ് ഓടിപ്പോയ ശേഷം അത് അതേ സ്ഥലത്തില് ഒന്നും ആർക്കും ഒരു മനസ്സിലാകാത്ത രീതിയിൽ അത് അവിടെ തന്നെ അങ്ങനെ ചേർത്ത് വെച്ചു. കുറെ പൂക്കളെല്ലാം കൊണ്ടുവന്ന് കുറെ കുങ്കുമെല്ലാം അതിലെല്ലാം ഇട്ട് ചേർത്ത് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു കൃഷ്ണന്റെ ഇതുണ്ടായിരുന്നു, ആ ഇത് വിഗ്രഹം ഉണ്ടായിരുന്നു. അത് എടുത്തു നോക്കി, അത് എടുത്തു നോക്കുമ്പോ വുഡ്, അത് മരമല്ലായിരുന്നു. അത് മരമായിരുന്നു, ഈ കൃഷ്ണന്റെ ഇത് ഒരു മരത്തിൽ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോ ഇത് മണ്ണും ഉണ്ട് മരവും ഉണ്ട്, ഒന്ന് പൊട്ടി മറ്റൊന്നും പൊട്ടിയില്ല. അപ്പോ എനിക്കത് ഡൗട്ട് വന്നു, കറക്റ്റ് ആണല്ലോ, ഇത് ബൈബിളിന് എനിക്ക് അറിയത്തില്ല, സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്തോന്ന് എനിക്കൊന്നും അറിയത്തില്ല, യേശു കർത്താവോ ദൈവം ഇങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങള്, നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയങ്ങള് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് പിന്നെ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. കുറച്ച് കുറച്ച് വായിച്ച് ആകുമ്പോ നിങ്ങളെ അവസ്ഥ കഷ്ടതയാ കർത്താവ് പറയുന്നത്. ഈ വിഗ്രഹാരാധന വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയെ അതിനെ പൂജിക്കുന്ന ചെയ്യുന്ന അവസ്ഥ പറ്റിട്ട് മോശമായിട്ട് കർത്താവ് പറയുന്ന ആ പാരഗ്രാഫ് വായിച്ചാകുമ്പോ എന്റെ ഉള്ളില് ഭയങ്കര എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ ആ ദൈവം, എവിടെ ഉള്ളതാ ദൈവം, ഇത് എന്തോ ഇതിങ്ങനെ, ഞങ്ങൾക്ക് കുറെ ദൈവങ്ങളും ഉണ്ട്. അപ്പോ ഒരേ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ഈ ദൈവത്തിലെ ഏതാ സത്യ ദൈവം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് ചോദിച്ചാകുമ്പോ ഒരു ദൈവവും സംസാരിക്കുന്നില്ല, പക്ഷെ ഈ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ സംസാരിക്കുന്നില്ലല്ലോ, ഇതെന്തുവാ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ആയിക്കോട്ടെ, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ഈ ബുക്ക് മൊത്തം വായിക്കാൻ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞത് കൊണ്ട് എല്ലാം വായിക്കാം നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഒന്നും എനിക്ക് മനസ്സിലാകണ്ടേ, പിന്നെ ഈ ആൾക്കാരുടെ പേരുകളെല്ലാം കേൾക്കുമ്പോ എനിക്കൊന്നും ഒരു പിടി കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് യേശുക്രിസ്തുവിന്റെ ജനനം, അത് അവിടെ വായിക്കുന്നെ, യേശു ജനിച്ചു എന്ന് പറയുന്നത്, പിന്നെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലായില്ല, ഒരു ഒത്തിരി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ എല്ലാം വായിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓക്കെ, എന്റെ ഇത് തീർന്നു, ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നാകുമ്പോ ഞാൻ പിന്നെ
ആം, ഈ വേ- പൂജ ചെയ്യാൻ വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഞങ്ങള് അമ്പലത്തിൽ പോയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും. അവിടെ പോയി പ്രാർത്ഥിക്കും. എല്ലാം ഞാൻ ജോലി ചെയ്യും. ജോലി ചെയ്ത് ഒരാഴ്ച കിട്ടുന്ന എല്ലാം പണം കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെ കൊടുക്കണോ അതെല്ലാം കൊടുക്കും. ഈ ഇത് ഗണേശ ചതുർത്ഥി എന്ന് പറയില്ല, ആ സമയമാകുമ്പോൾ കൂടുതലായിട്ട് ഞാനാണ് ഏറ്റവും കൂടുതലായിട്ട് പുണ്യം കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം ചെയ്യുന്നത്, പൂജ ചെയ്യുന്നത്, കൊടുക്കുന്നത് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് എപ്പോ ഞാൻ ഈ അമ്പലത്തിൽ പോയി പൂജ ചെയ്തു അന്ന് ഭയങ്കര പ്രശ്നം വഴക്കാണ് ഞങ്ങളുടെ വീട്ടില്. ഞങ്ങൾ പിള്ളേരെ കൊണ്ട് വഴക്കുണ്ടാക്കുന്നത്, ഭയങ്കര വഴക്കെന്ന് വഴക്ക്. അപ്പോ കുറെ നാളുകൾക്ക് ശേഷം എന്റെ അമ്മ പറഞ്ഞു, വഴക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്മിൽ ചേരത്തില്ല, അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റും, എന്റെ 8ാം ക്ലാസ് പോയി. എനിക്ക് ഇനി എങ്ങോട്ടാ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അമ്മ ഒരു കല്യാണ പ്രൊപ്പോസൽ കൊണ്ടുവന്നേ. അതോടെ ഞാൻ ഡൗൺ ആയി പോയി. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അവിടെ ആ നാട്ടിലുള്ള കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരെല്ലാം ഒരു നന്നായിട്ടല്ല, ഇപ്പോഴും പ്രശ്നം, കള്ളുകുടി, വഴക്ക്, പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ജീവിതം ഒന്നും വേണ്ട. അങ്ങനെയായിരുന്നു എനിക്ക് ഒരു സ്വപ്ന ജീവിതം ഉണ്ടായിരുന്നു. ഒരു സന്തോഷമായിട്ട് ജീവിക്കണം, ആഹ് ഒത്തിരി പണക്കാരായിരിക്കണോ, എന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി സിനിമ ഒന്നും കണ്ടിട്ടില്ല. ആകെ ഞാനൊരു രണ്ട് മൂന്ന് ഒരു മാക്സിമം പറഞ്ഞ ഒരു 10 സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുക. അത് നമ്മളായിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ഞങ്ങൾ പോയി ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ പോയി കണ്ടത്. അപ്പൊ ആ സിനിമ എല്ലാം കാണുമ്പോ ആ സിനിമയിൽ ഞാനായിരിക്കും ആ ഒരു ഹീറോ എന്നായിരിക്കുമ്പോ ഞാൻ അവിടെ ആ ആ ഒരു സ്ഥാനത്തിൽ നിന്നോണ്ട് ചിന്തിക്കൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭയങ്കര കരച്ചിലാ, വീട്ടിൽ വന്ന് 3-4 ദിവസം തലവേദന. ഇങ്ങനെ ഒരു സ്വപ്നലോകത്തിന്റെ ജീവിയായിട്ട് ഞാൻ കുറെ നാളുകൾ ജീവിച്ചു. പിന്നെ അമ്പലത്തിൽ പോയി. പിന്നെ ഒരു ദിവസം നന്മയ്ക്ക് വേണ്ടി ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, മംഗലാപുരത്ത്. അപ്പൊ അവിടെ പോയിട്ട് തല മൊട്ടയടിച്ചോണ്ട് വന്നു. ഈ നാട്ടുകാരെല്ലാം പ്രശ്നമോട് പ്രശ്നം, എന്താ പെൺകുട്ടി ഇങ്ങനെ മൊട്ടയടിച്ച് വന്നതാ, എനിക്ക് എങ്ങനെ നന്മ കിട്ടിയാൽ മതി, എവിടെ നന്മ കിട്ടുന്നില്ല. അടുത്തത് ഞാൻ എല്ലാത്തിനും അടുത്ത് ലാസ്റ്റിൽ പിന്നെ ഇത് ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോകാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ കാത്തലിക് ചർച്ചിൽ പോയി. അപ്പോ കുറച്ചുകൂടെ ഞാൻ മുതിർന്നാകുമ്പോ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായി അമ്മയോട് എതിർത്ത് സംസാരിക്കാന്. ഇപ്പൊ ഞാൻ തന്നെ പോയി പറയുമ്പോ എന്നെ അങ്ങനെ വിടത്തില്ല. ഞാൻ പോവൂ, എന്റെ ഇഷ്ട അങ്ങനെ പറയാനുള്ള ഒരു ഇത് ഉണ്ടാകുമ്പോ ഞാൻ കൺവെന്റ് അല്ല ചർച്ചിൽ പോയി. അവിടെ കോൺവെന്റും ഉണ്ട്. അപ്പോ അവിടെ പോകുമ്പോ അവർക്കൊന്നും കൊടുക്കണ്ട, അവിടെ പോയി പ്രാർത്ഥിച്ചാ മതി. അപ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത്, എന്താ ഈ ഇത് കഴിക്കുന്ന അവര് കന്നഡത്തിൽ പറയുന്ന അതേന്ന് പരമപ്രസാദം എന്ന് പറയും. പരമപ്രസാദം പറഞ്ഞ അവര് കൊടുക്കുന്നേ. അപ്പോ ഈ ഇത് ഇങ്ങനെ ഇത് കഴിക്കുന്നവൻ എന്നേക്കുമായി ജീവിക്കൂ, ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വചനം പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ അമ്മയുടെ കഥ ഓർമ്മ വന്നു. 7 ജന്മത്തില് കാക്ക പൂച്ച പട്ടിയായിട്ട് ജനിക്കുന്നത് എനിക്ക് വേണ്ട. ഞാൻ ഈ ക്രിസ്ത്യാനിയിൽ വന്നാല് എനിക്ക് എന്റെ ലൈഫ് ഇങ്ങനെ പോയിക്കോളൂ. അപ്പൊ എനിക്ക് മരിക്കണ്ട. മരണ അപ്പോഴാണ് എന്റെ മരണത്തിന്റെ ഒരു ഭയങ്കര ഇത് ഉണ്ടായി. ഓ, മരണത്തിന് ഞാൻ ജയിക്കാൻ പറ്റൂ. ഈ അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ഇവിടെ ഈ ഈ ദൈവത്തെ വിശ്വസിച്ചാൽ, യേശുവിനെ വിശ്വസിച്ചാൽ മരിക്കണ്ട എന്ന വിശ്വാസം എന്റെ ഹൃദയത്തിൽ അപ്പൊ വന്നു. അപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നാകുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഈ അച്ഛൻ എന്ത് പറഞ്ഞാലും അത് പിന്നെ ധ്യാനിക്ക് സ്വപ്നം കാണുകയായിരുന്നു. ഒരിക്കലും എനിക്ക് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് എന്തെങ്കിലും ഒന്ന് തരുമോന്ന് ചോദിച്ചാൽ 6 തരത്തിലായിരുന്നു. ബൈബിളിലില്ല. അവരുടെ കയ്യിൽ ഒരു ചെറിയ ബുക്ക് ഉണ്ടാവും, പ്രാർത്ഥന ബുക്ക്, അത് നമുക്കൊന്നും തരത്തില്ല. അത് കഴിഞ്ഞ് കുറെ നാളുകൾ ശേഷം ഞാൻ ഒരു ഇത് വർക്ക്ഷോപ്പിന് ഈ കോഫി എന്താ ഒരു കാപ്പിക്കുരു അതെന്തോ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിൽ ഞാൻ വർക്ക്ഷോപ്പിൽ ചേർന്നു കുറച്ച് നാള്. അപ്പൊ അവിടെ പോകുമ്പോ ഞാൻ അവിടെ അന്വേഷിക്കുമായിരുന്നു. അവിടെ ഒരു ക്രിസ്ത്യാനി അങ്കിള് കണ്ടാകുമ്പോ ഞാൻ അവരോട് ചോദിച്ചു. അവർക്ക് ഭയങ്കര സ്നേഹമായിട്ട് മിണ്ടുമ്പോ, നിങ്ങൾ വായിക്കുന്ന ആ കറുത്ത ഒരു ബുക്ക് ഉണ്ടല്ലോ അത് എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ വിഷമായി, ഭയങ്കര നിരാശയായി. എനിക്ക് ആ ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, എന്റെ ചേച്ചിയുടെ വീട്ടിൽ എടുത്തോണ്ട് വന്നാൽ നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ ഓർത്തു. പിന്നെ എനിക്ക് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. എനിക്ക് ഒന്നും ഓർമ്മയില്ല. 4 വർഷം അവിടെ ഞാൻ അങ്ങനെ അതേ ഒറ്റ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോഴും എന്റെ ഉള്ളിൽ
ഒത്തിരി എനിക്ക് കല്യാണ പ്രപ്പോസൽ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും സമ്മതിക്കത്തില്ല. ആം, അപ്പോ കുറെ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഞാൻ അവിടെന്ന് ആ ജോലി ഗ്രാജുവേറ്റ് എനിക്ക് ഇവിടെ ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ നിൽക്കുമ്പോ പിന്നെ നമ്മൾ തന്നെ അല്ല അമ്മ ഒത്തിരി മാരേജ് പ്രപ്പോസൽ കൊണ്ടുവന്നാകുമ്പോ എന്റെ അനിയത്തിമാർ 8 മക്കളിൽ 4 പെണ്ണ് 4 ആണായതുകൊണ്ട് ആ പിള്ളേരെല്ലാം വലുതായി. അപ്പോ എന്റെ മാരേജ് കഴിഞ്ഞാലേ ഇവർക്കൊക്കെ ഭാവി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഞാൻ ഏത് മാരേജ് വന്നാലും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവൾക്ക് എന്തോ സുഖക്കേടുണ്ട്. ഇവള് ഇങ്ങനെ ഇത് കോൺവെന്റില് ഈ കാത്തലിക് പിള്ളേരുടെ കൂടെ പോകുന്നു. അപ്പൊ അവള് എന്തെങ്കിലും അവരുടെ പയ്യന്മാരെ അത് സ്നേഹിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പേരുണ്ടായി. അപ്പൊ ഞാൻ ഇല്ലാത്ത കഥ ആയതുകൊണ്ട് എനിക്കത് ഒന്നും തോന്നിയില്ല. പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു നാന് എനിക്ക് അങ്ങനെയുണ്ട് എന്താ ഇപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കാൻ തർക്കുത്തറ പറയാൻ തുടങ്ങി. അപ്പൊ നീ ഭയങ്കര തർക്കുത്തറ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അവർ. അപ്പൊ നിന്നെ പെട്ടെന്ന് കെട്ടിച്ച് വിട്ടാലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. ഒരു പ്രൊപ്പോസൽ വന്നപ്പോ അമ്മയ്ക്ക് പറഞ്ഞു അമ്മയെ വേണമെങ്കിൽ കല്യാണം കഴിച്ചു. അപ്പൊ എല്ലാ തർക്കുത്തറ പറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് എന്തോ എന്റെ ഉള്ളില് എന്റെ ഹൃദയത്തിൽ ഭയങ്കര എംപ്റ്റിനെസ്. എന്തോന്നറിയത്തില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒത്തിരി നല്ല നല്ല പയ്യന്മാർ വരുമ്പോഴോ അവരോട് സംസാരിച്ചിട്ട് അവസാനം ആകുമ്പോ ടാറ്റ ബൈ ബൈ പറയുമ്പോ ഇനി മേലെ ഈ വീട്ടിലോട്ട് വരരുത് എന്നും പറഞ്ഞിട്ട് വിടുവായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി, അനിയത്തിമാർക്ക് ദേഷ്യമായി. അവർ പറഞ്ഞു ഒരു ദിവസം അമ്മ പറഞ്ഞു ഈ ഉം, ഇവള് ജനിക്കുമ്പോഴേ കൊന്നാ നല്ലതായിരുന്നു. ഞാൻ ഒരു തെറ്റ് ചെയ്തു, നിന്നെ വളർത്തിയതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇതെന്തോ അമ്മ ഇങ്ങനെ പറയുന്നത്. എന്റെ അനിയത്തി പറഞ്ഞു ചേച്ചി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ജീവിതം ഒന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ ഇതെല്ലാം കേട്ടാകുമ്പോ ഈ അമ്മയ്ക്ക് ഞാൻ വേണ്ട, അനിയത്തിമാർക്ക് ഞാൻ വേണ്ട, പിന്നെ എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്ന് എന്റെ ഉള്ളിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകളുടെ ശേഷം ഞാൻ സൂസൈഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ സൂസൈഡ് ചെയ്യുന്ന മുമ്പിൽ എന്റെ ഒറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ കാത്തലിക് ചർച്ചില് ഫാദർ പറഞ്ഞില്ല അതുപോലെ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഒരേ ഒരു ജന്മം എനിക്ക് വേണം. അത് കാത്തലിക് ആയിട്ട് ജനിക്കണം, ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണം, ക്രിസ്ത്യൻസുകളുടെ ഉദരത്തിൽ ജനിക്കണം. വേറെ ഒരു ജന്മം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒത്തിരി ദിവസം ഇങ്ങനെ ധ്യാനിക്കുമായിരുന്നു. ഒരേ ഒരു ജന്മം അത് ക്രിസ്ത്യാനികളായിട്ട് ജനിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ വീണ് മരിക്കാൻ പോയി. അവിടെ എനിക്ക് ഭയങ്കര പേടിയാ. മീൻ കടിക്കൂ, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, പാമ്പ് എല്ലാം. അതെല്ലാം ഓർത്താകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നിട്ട് അതങ്ങ് വിടും. ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് നീറുന്ന അവസ്ഥ. എന്തായാലും ഒരു ദിവസം മരിക്കണം, 7 ജന്മത്തിൽ ഒറ്റ ഒരു ജന്മം മതി, അത് ഈ ജന്മം മതിന്ന്. അപ്പൊ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു ഞങ്ങളെ എപ്പോഴും ജീവിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന്. അമ്മ പറഞ്ഞു കാശിക്ക് പോയി അവിടെ തപസ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല ഉം, ആ, കാ- ഈ കാശി രാമേശ്വര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയ കുളിച്ചാൽ പാപ പരിഹരിക്കപ്പെടും, ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയൊക്കെയല്ല പറഞ്ഞിട്ട് ഞാൻ ഓർത്തു ഈ നമുക്ക് ഇരുട്ടായാൽ പുറത്തിറങ്ങാൻ പേടിയുള്ളവർ എങ്ങനെയാ അവിടെ രാത്രി പകലെല്ലാം ഇരിക്കാൻ പറ്റൂ. ഞാൻ ചിന്തിച്ചാകുമ്പോ അമ്മ അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു പോകാൻ പറ്റും, എത്ര ഋഷികളെല്ലാം അവിടെ പോയി തപസ് ചെയ്യൂ, അവരെല്ലാം ചിരഞ്ജീവിയാവൂ. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ എന്താ, അവർ എപ്പോഴും ജീവിക്കും, അവർക്ക് മരണമില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയുണ്ടോ, അപ്പൊ നമുക്ക് അങ്ങനെ ആകാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ആണുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ബ്രാഹ്മണനാകണമെന്ന്. ഇങ്ങനെ കുറെ പൊട്ട കഥകളെ പറഞ്ഞാകുമ്പോ കൺഫ്യൂഷൻ ഉണ്ടായി എനിക്ക്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇതെന്തോ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഈ ഋഗ്വേദം എടുത്ത് വായിച്ചു. ഋഗ്വേദം ഉണ്ടാകും ഞങ്ങളുടെ വീട്ടില്, പിന്നെ രാമായണവും ഉണ്ട്. ഇങ്ങനെ അപ്പൊ രാമായണ ഋഗ്വേദ 2 പുസ്തകം ഉണ്ടായിരുന്നു. അത് നമുക്ക് തൊടാൻ പാടില്ല. ഞാൻ അറിയാതെ എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോ എത്തുപിടിയില്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കൃഷ്ണന്റെ കാര്യങ്ങള്, പിന്നെ രാമന്റെ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി ആകുമ്പോ അതില് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, കൊല്ലുന്നു, അടി ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടാകുമ്പോ എനിക്ക് ഇതിനെ വായിക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ സമാധാനത്തിന് വേണ്ടി പോകുമ്പോ ഇതെന്താ അടി, ഇത് ഇതെല്ലാം എന്തുവാ ഇത് പ്രശ്നം. അപ്പോ ഇത് വേണ്ടെന്ന് വെച്ചു.
അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈ കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഈ ഖുറാന്റെ ഒരു ചെറിയ ട്രാക്ട് അറിവ് കൊണ്ടുവന്ന് തന്നതാ. അത് വായിച്ചു നോക്കി. അത് വായിച്ചു നോക്കിയാകുമ്പോ അത് എന്റെ സിസ്റ്റർ, എന്റെ അനിയത്തിയാ കൊണ്ടുവന്നെ. അതില് ഒന്നും ഒരു എത്തിപ്പിടിയില്ല. എനിക്കൊട്ടും മനസ്സിലായില്ല ഇതെന്തോന്നാ. അതില് എന്താ സ്വർഗത്തെ പറ്റി പറയുമ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ സ്വർഗത്തെ അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ എന്തോ കഞ്ചാവ് പല പല കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടാകുമ്പോ എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ഈ ബൈബിളില് പറയുന്ന കാര്യങ്ങള് അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറെ കാര്യങ്ങള് നല്ല നല്ല കാര്യങ്ങള്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പൂജ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പറയുമ്പോ അതൊരു ആശ്വാസം തന്ന സമയം എന്റെ ഹൃദയത്തില്, ആ ഒരു സ്വസ്ഥത എനിക്ക് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് ഈ ചർച്ചിൽ പോകാൻ തുടങ്ങി. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടായി. പിന്നെ അമ്മ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അവര് ക്രിസ്ത്യാനികളുടെ കൂടെ നടക്കാൻ പാടില്ല. അവരെ കൂടെ നടന്നാൽ പിന്നെ കുളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വേറെ നിയമങ്ങൾ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് അമ്മയോട് പറഞ്ഞു. കുറെ കാര്യങ്ങളെല്ലാം സംഭവിച്ച ശേഷം ലാസ്റ്റിൽ എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, അടുത്തത് കുറെ ഗുളിക കൊണ്ടുവന്നിട്ട് മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതൊരു പാരസെറ്റമോൾ, ഡോളർ 650, ഒരു 10-20 എത്രയോ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒറ്റ ഏറ് കൊടുത്തു. ഞാൻ കുടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അത് കയ്പാണ്. മറ്റേ ഞാൻ നെക്കി നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ചു, അത് കളഞ്ഞു. കളഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് ഒരു ദിവസം രാത്രി എഴുന്നേറ്റിട്ട് അവിടെ വിഷപ്പാമ്പുകളുണ്ട്, ഇങ്ങനെ നടന്ന പാമ്പ് കടിക്കിയിട്ട് അപ്പൊ ചത്ത മതിയെന്ന്. അപ്പൊ അടുത്തത് അമ്മ വന്നിട്ട് നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടില്ല. അപ്പൊ പോകുമ്പോ നീ ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിശാചിയായിട്ട് നടക്കും. അപ്പൊ അവര് ചൂല് ചെരുപ്പിട്ടിട്ട് അടിക്കും. അപ്പൊ നീ എല്ലാ വീട്ടില് വെള്ളത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി വീട് വീട് കയറി നടന്നു. അപ്പൊ അവര് അയ്യോ, അത് ഓർക്കുമ്പോ എനിക്ക് ഞാൻ എന്തിനു ഈ ഭൂമിയിൽ ജനിച്ചു പോയി, ഞാൻ ആകെ ജനിപ്പിച്ചത്, അത് ആകെ ദൈവമെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇതിങ്ങനത്തെ എനിക്ക് എന്തിനു ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു, ഇത്രയും വലിയ ഗതികേടാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായി. അവിടെ ഞാൻ വീട്ടിൽ ചുമ്മാ കടന്നു. രാത്രിയൊന്നും ഉറക്കമില്ല. കുറെ നാളുകളെ ഉറക്കമില്ലാതെ, ഒത്തിരി സമയം എനിക്ക് ഉറക്കമില്ലാതെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം മരത്ത് തൂങ്ങി ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ആ തീരുമാനിച്ച ശേഷം ഞാൻ ഇന്ന് ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇത്, അപ്പൊ യേശു കർത്താവ് ഒന്നും അല്ല. ആ സമയം കൊണ്ട് എനിക്ക് ഉള്ളിലുള്ള ഒരു ചെറിയ ലൈറ്റ് വെളിച്ച കൂടെ എന്റെ ഹൃദയത്തിന് പോയി. ഇത് എന്തായാലും ഞാൻ മറിക്കാൻ പോവാ. യേശു കർത്താവെങ്കിലും കുറെ വർഷം ഞാൻ ഈ ചർച്ചിൽ പോയതാണല്ലോ, എന്തെങ്കിലും ആശ്വാസവും സമാധാനം തന്നേനെ. എന്നാലും എനിക്ക് ഒന്നും സമാധാനം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മരത്തിൽ ഒരു ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പുളി മരത്തിൽ ഹാങ് ചെയ്തിട്ട് മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്തിട്ട് അവിടെ മരിക്കാൻ ഇന്ന് എല്ലാവരും വിളിച്ചു. എന്റെ ചേട്ടൻ, അനിയത്തിമാരെ, അമ്മയെ, എന്റെ അച്ഛൻ അത് മുമ്പിൽ മറിച്ച് കയറുന്നു. അപ്പൊ എല്ലാവരും ഓർത്ത് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് അവർ ഓർക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. എല്ലാവരെയും കുഞ്ഞുങ്ങളെ, എല്ലാ അനിയത്തിമാരെ ഓർക്കുമ്പോ സങ്കടമുണ്ട്. അവ വിട്ടു പോവാന്ന് പറഞ്ഞിട്ട് ആ ദുഃഖത്തിൽ ഞാൻ അവരോട് തന്നെ ഇരുന്നിട്ട് ഒരു ഭ്രാന്ത് ഒരു ആള് പോലെ അവരോട് ക്ഷമ ചോദിക്കുന്നു. ആ മരത്തിന്റെ താഴെ ഞാൻ ഒരുപാട് കരയുന്നു. അത് എന്റെ കൺട്രോൾ തെറ്റി. എന്റെ കൺട്രോൾ തെറ്റുമ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ കരഞ്ഞാകുമ്പോഴാണ് ഞാൻ പറയുന്നത് എന്റെ ഉള്ളിൽ ഓർമ്മ വരിക. ആഹ് ഉം ഇത് ബൈബിൾ വചനത്തിലെ ഇത് ഐസയ 66 പറയുന്ന വചനം, അത് എന്റെ ഹൃദയത്തിൽ വന്നു. ഹൃദയത്തിൽ വന്ന് നിങ്ങളെല്ലാം കല്ല്, മണ്ണ്, പിന്നെ കണ്ണുണ്ട് കാണുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നില്ല, വായുണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങളെല്ലാം വിഗ്രഹങ്ങളാണ്, ഇതെല്ലാം മനുഷ്യർ ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാം ഒരു ദിവസം നിങ്ങൾ സുനാമി വരുമ്പോ ആ സുനാമിയുടെ കൂടെ എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒഴുകി പോകും. നിങ്ങൾക്ക് ഒരു ശക്തി ബലം ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് ആ വാക്കിനെ ഞാൻ പറഞ്ഞ് അവരെല്ലാം ഇങ്ങനെ ശപിക്കുക. നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട്, നിങ്ങളെല്ലാം നശിച്ചു പോകും, നിങ്ങൾ നശിച്ച ദൈവങ്ങളാ. എന്റെ ജീവിതം, എന്റെ പണവും, എന്റെ ജീവിതം മൊത്തം ഞാൻ നിങ്ങൾക്ക് തന്നു. ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ഇന്നും മറിക്കാൻ പോവാ. അത് മാക്സിമം അവരെ പറ്റി എത്രമാത്രം നമുക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം വരുമ്പോ എത്രമാത്രം അവരെ ദുഷിക്കുക, അതുപോലെ അവരെ ദുഷിച്ചാ പറയുന്നത്.
അതേ സമയത്തില് എന്റെ സഹോദര സഹോദരിമാരോട് ഭയങ്കര അനുകമ്പ, സ്നേഹം, അവരോട് ഭയങ്കര അനുതാപം എന്റെ ഉള്ളിൽ വരുന്നോണ്ടിരിക്കുക. അതിൽ കരയുവാ. അവരെ വിട്ട് ഞാൻ പോവാ. ഇനി എനിക്കുമായി ഞങ്ങളെ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ലല്ലോ. ഇനി ഞങ്ങള് ഞാൻ ഇവരെ കാണത്തില്ല. എന്നാ ഇത് ഹൃദയത്തില് വരികെ അതേ സമയത്തില് ഇവരെ പറ്റി മോശമായിട്ട് പറയുകെ. മോശമായിട്ടെന്ന് പറഞ്ഞാ എനിക്ക് അത്രമാത്രം ഇത് ദ്രോഹമേ ചെയ്തുള്ളൂ. നന്മയൊന്നും ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പളാ എന്റെ ഹൃദയത്തില് പെട്ടെന്ന് വന്നത് ഉം ജോൺ യോഹന്നാന്റെ സുവിശേഷത്തില് പറയുന്നത് 14:6 പറയുന്നത്, "ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ സത്യം, ജീവൻ, വഴി ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തത്തില്ല." ആ ഒരു വചനാണ് എന്റെ ഹൃദയത്തിൽ വന്നത്. അപ്പൊ അത് വന്നാകുമ്പോ ഞാൻ പെട്ടെന്ന് എടുത്തു പറഞ്ഞത് ഇങ്ങനെയാ. ഞാന് എത്ര വർഷം ഇത് ചർച്ചിൽ വന്നു. ഇത്രയും വർഷം ഞാൻ ചർച്ചിൽ വന്നിട്ട് എനിക്ക് ഒരിക്കലും നന്മ ഉണ്ടായിട്ടില്ലല്ലോ. നീ ക്രൂശില് കിടന്ന് ക്രൂശിലല്ല ക്രൂശില് കിടന്ന ഒരു വ്യക്തിയാണ്. ദൈവം ഒന്നല്ല. ദൈവമെങ്കില് ഞാനിപ്പോ മരിക്കേണ്ടി വരുവോ? ഞാനിപ്പോ മരിക്കാൻ പോവല്ലേ. അപ്പൊ നിന്നെ കൊണ്ട് എനിക്ക് ഒരു ഇത് ഹെൽപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കർത്താവിനെ അങ്ങനെ പറഞ്ഞു. എനിക്ക് ആ സമയത്തിൽ ആര് വന്നാലും ദൈവങ്ങളെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര് എന്റെ ഹൃദയത്തില് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം എന്നെ എന്റെ ജീവിതത്തില് ഈ ലോകത്തോട് ഞാൻ മടുത്തിട്ടാണ് സൂസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ആ സമയത്ത് പിന്നെ ഞാൻ തന്നെ സത്യം, ജീവൻ, വഴി ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തത്തില്ലെന്ന് അടുത്തൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം മോളിന്ന് കേട്ടതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് മോളിലോട്ട് നോക്കുമ്പോ അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ചുറ്റുപറ്റി നോക്കി അവിടെ ആരും ഇല്ല. കുറേ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞ കണ്ണീര് കൊണ്ട് മണ്ണ് അവിടെ ഒരു വലിയ ഇത് തുളയായ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാന് ദൈവമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഒട്ടും താമസിക്കാതെ ഞാൻ സൂസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോ പിന്നെ ആ ശബ്ദം കേട്ടു. മോളിലോട്ട് നോക്കി. മോളിലോട്ട് നോക്കുമ്പോ ഇങ്ങനെ ഒരു ബ്ലൂ കളറില് ആകാശത്തിന്റെ മോളില് ഒരു ലൈറ്റ് പ്രകാശം എന്റെ മോളിൽ വരാൻ തുടങ്ങി. അപ്പൊ അത് അടുത്തടുത്ത വരുന്ന സമയം മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, "നീ ദൈവം അല്ലാന്ന് പറയുകയും ഈ വെളിച്ചം എന്റെ വന്നിട്ട് എന്നെ പൊക്കി ഇങ്ങനെ എടുത്തു." എന്നെ ചുറ്റാൻ തുടങ്ങി. ചുറ്റി ഇങ്ങനെ പൊക്കിയെടുത്തു. പൊക്കിയെടുക്കുമ്പോ എനിക്ക് അറിയത്തില്ല. എന്റെ ഭാവവും എന്റെ വിഷമവും വേദന ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സ്ഥലത്തില് നിന്നോണ്ട് ആരാണ് ഇത് വന്നിരിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ അങ്ങ് ഒരടി മോളിൽ ആരോ പൊക്കി എടുത്ത് "നീ മരിക്കരുത്. എനിക്ക് വേണ്ടി പോകാമോന്ന്" എന്നോട് ചോദിച്ചു. അത് ചോദിച്ചാകുമ്പോ എനിക്ക് എന്താ പറയാ, ഇനി പറയാനൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് തിരിച്ചിട്ട് ഈ മുമ്പില് പറഞ്ഞ ദൈവം അല്ലാന്ന് പറയുന്ന ഒരാൾക്ക് ഇത് ദൈവമാണോ യേശുവാണോ ഒന്നുമില്ല. ഒരു പ്രകാശാണ് എന്റെ അടുത്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, "നീ എനിക്ക് വേണ്ടി പോകാമോ?" ആഹ് അന ചോദിച്ചു. അപ്പൊ പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു എന്താ പറയാ, ചെറിയ ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയാന്ന് പറയുന്ന പോലെ എന്റെ ഹൃദയത്തില് എന്റെ ചിന്തകള്, ഞാൻ എന്തിന് ഇവിടെ വന്നു? ഞാൻ എന്താ ചെയ്യാൻ ഇതെല്ലാം എന്റെ ഹൃദയത്തിന്ന് മാഞ്ഞുപോയി. അത് മുമ്പിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു. എനിക്ക് മരിക്കാൻ കൂടെ പറ്റുന്നില്ലല്ലോന്ന്. അത് തൊട്ട് മുമ്പിൽ ചോദിച്ചായിരുന്നു. ഈ പാപി എവിടെ പോയാലും പാതാളാ. എനിക്ക് മരിക്കാൻ കൂടെ പറ്റുന്നില്ലല്ലോന്ന് ഞാൻ ദൈവത്തോടല്ല, ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു. എന്നെ തന്നെ വെറുത്തിട്ട് എന്നെ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ പാപി ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചൂന്ന് ഞാൻ ചോദിച്ചായിരുന്നു എന്നോട്. അത് കഴിഞ്ഞിട്ടാ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിതാവിന്റെ അടുക്കല് അതെ എത്തത്തില്ലാന്ന്. അപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് അന്വേഷണം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ അതിന് ഉത്തരമായിട്ട് കർത്താവ് എന്നോട് അന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്ന് എന്റെ അമ്മയോട് പറഞ്ഞു. അമ്മാന്ന് വിളിച്ചു. അപ്പൊ അമ്മ ഈ കല്യാണ പ്രൊപ്പോസലിന് വേണ്ടി ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാ ഞാന് ഇത്രേ എന്റെ മകളല്ല, അനിയത്തിമാരെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പ്രശ്നയ്ക്ക് വേണ്ടിയാ ഞാനന്ന് സൂസൈഡിന് പോയത്. അപ്പൊ അമ്മ മിണ്ടുന്നില്ല. എന്റെ കർത്താവേ ഞാൻ ഇന്ന് എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു. ഈ ഈ പ്രകാശം വന്ന് എന്നോട് ഇടപെട്ടു. അതേ സമയത്തില് അടുത്ത വീട്ടിന്ന് 2 കുട്ടികൾ വന്നിട്ട് ചേച്ചി ഒരു കോൺവെന്റില് ജോലിയുണ്ടോ വേഗം വാന്ന് ചോദിച്ചു.
ഞാൻ ഒന്നും നോക്കില്ല. ഞാൻ വരാന് പറഞ്ഞു. പിറ്റേ ദിവസ ഞാൻ ഒരു സത്യം പറഞ്ഞ അന്ന് ഇട്ട ഒരേ ഒരു ഡ്രസ്സിൽ ഇവരുടെ കൂടെ പോയി. ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു, "അമ്മ ഞാൻ കോൺവെന്റിൽ പോവാ" എന്ന് പറഞ്ഞു പോയി. ഞാൻ ഈ ശബ്ദം കേട്ടത്, ഞാൻ മരിക്കാൻ പോയത് ഇതൊന്നും അമ്മയോട് പറഞ്ഞില്ല. ഞാൻ അവിടെ പോയി 2 വർഷം. ഞാൻ സെന്റ് ആഗ്നസ് കോൺവെന്റ് മംഗലാപുരത്താണ്. ഹമ്പനഗട്ടി എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ആ കോൺവെന്റ് ഉള്ളത്. സെബസ്റ്റിൻ ചർച്ചാണ്. അവിടെ 2.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഉം ഉത്തരം ലഭിച്ചില്ല. അവിടെ ഞാൻ ബൈബിൾ വായിക്കാൻ, അവരുടെ ബൈബിൾ ഉണ്ട്, വായിക്കാന് പറഞ്ഞ പോലെ അവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് 2 മണിക്ക്, 1:30 മണി 2 ആകുമ്പോ കിടക്കും. ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വായിക്കാൻ തുടങ്ങി. വായിച്ചിട്ട് അതുപോലെ വെച്ചിട്ട് വരും. പിന്നെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കൂ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾ ശേഷം ഞാൻ പോട്ട ഡിവൈൻ സെന്ററിൽ ഒരു ദിവസം വരേണ്ടി വന്നു. അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല്, എനിക്ക് ഈ കൊന്ത ചൊല്ലുന്നു, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഈ ഇത് 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു മറുപടി ഉത്തരം ഒന്നും കിട്ടത്തില്ലായിരുന്നു. എന്നിട്ട് അവിടെ ഒരു സംശയം തോന്നിയതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഹിന്ദുക്കളിലെ ഉള്ളപ്പോ അവിടെ കുറെ വിഗ്രഹാരാധന ചെയ്യുന്നു, പൂജ ചെയ്യുന്നു. അവിടെ കുറെ ദൈവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കുറെ ദൈവങ്ങളുണ്ട്. ഏതാണ് കറക്റ്റ് ദൈവം? എനിക്ക് ഒരേ ഒരു ദൈവം വേണം. അപ്പൊ പറഞ്ഞു, ഇതെല്ലല്ലോ സകല സൃഷ്ടിയെ ഉണ്ടാക്കി ഞാനാണ് യഹോവേ എന്ന് പറയുന്ന ഈ വചനം എന്റെ ഹൃദയത്തിൽ പിന്നെ വന്നു. അപ്പൊ ഒരേ ഒരു ദൈവം ഉണ്ട്. അത് ഏത് ദൈവം? ആ ദൈവം എനിക്ക് വേണമെന്ന്. അപ്പൊ അവിടെ ഉണ്ണിയേശു ഉണ്ട്, വെള്ളിയേശു ഉണ്ട്, സെബസ്റ്റിന് ഉണ്ട്, പിന്നെ മറിയ ഉണ്ട്, മാർത്ത ഉണ്ട്, ജോസഫ് ഉണ്ട്, സാന്റ് ആന്റണി. ഇവരെ അടുത്ത് എല്ലാം പോയിട്ട് ഞങ്ങൾ ഈ ഈസ്റ്റർ ഈസ്റ്റർ ഇത് ഈ 40 ദിവസം ഫാസ്റ്റിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെ കൊന്ത ചൊല്ലി ചൊല്ലി ഇങ്ങനെ ചെയ്തു. തന്നെ എന്റെ മുട്ടെല്ലാം തളമ്പി പോയായിരുന്നു. അത് എനിക്ക് മടുപ്പായിരുന്നു. ഇത് മൊത്തത്തില് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എനിക്ക് ഒരു ആൻസർ അവിടെ ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങക്ക് ചെറിയ പ്രാർത്ഥന പുസ്തകം തരൂ. അതെല്ലാം ഞങ്ങൾ കാണാപ്പെട്ട പഠിക്കൂ, ഞങ്ങൾ പ്രാർത്ഥിക്കൂ. എന്റെ സമാധാനം അവിടെ പോയി. അവിടെ പോയിട്ട് ഞാൻ ഒരു സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ഈ സത്യം എന്താ? സത്യം എന്താന്ന് ചോദിച്ചില്ല. അത് മുമ്പിൽ തന്നെ ഞാൻ കുറെ ഡൗട്ട്സ് ചോദിച്ചു ബൈബിള്. അപ്പൊ പറഞ്ഞിട്ട് എനിക്ക് പ്രൊട്ടസ്റ്റന്റ് എന്തെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. എന്താ സിസ്റ്റർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അമ്മയാണ് ദൈവം. അമ്മയെ പറ്റി കുറെ പറഞ്ഞു കൊടുത്താകുമ്പോ ഞാൻ ആകെ അമ്മയോട് വഴക്കുണ്ടായി പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് അമ്മ കാണപ്പെടുന്ന ദൈവമാണ് ഇവർ പറയുന്നത്. എന്റെ ഉള്ളിൽ ദേഷ്യം വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, നീ നിന്റെ അമ്മയെ നീ റെസ്പെക്ട് ചെയ്യണം. ഞാൻ ബഹുമാനിക്കൂ, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യൂ. ബട്ട് എന്നെ അമ്മ കാണപ്പെടുന്ന ദൈവമെങ്കിൽ എനിക്ക് ഈ ദൈവം വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാന് ഈ കൊന്ത ഇനി മേലെ ഞാൻ ചൊല്ലത്തില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാനും സിസ്റ്ററായിട്ട് പ്രശ്നം ഉണ്ടായി. അവിടുന്ന് സിസ്റ്ററായിട്ട് പ്രശ്നം ഉണ്ടായി. അവിടുന്ന് കാൺവെന്റിന് ഇറങ്ങേണ്ടി വന്നു. 2.5 വർഷം അവിടെ ജോലി ചെയ്തായിരുന്നു. ആ 2.5 വർഷം ഇറങ്ങേണ്ടി വരുമ്പോ ഇവിടെ ദൈവം ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇനി മരിക്കാനുള്ള ആഗ്രഹം എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മരിക്കേണ്ട, മറ്റേ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. കല്യാണം ഒന്നും കഴിക്കേണ്ട, ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്ന് ആകുമ്പോ ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു, യേശു ദൈവമാണ്, ആ ദൈവത്തെ വിശ്വസിക്കണം. ഇത്രേ പറയാൻ അറിയത്തുള്ളൂ. എനിക്ക് സുവിശേഷം പറയാൻ അറിയില്ല. എനിക്ക് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പൊ അവള് പറഞ്ഞു, എന്നെ ചേച്ചി കൂട്ടെ ഒരേ കാര്യം, എന്റെ അമ്മ, ഞാനും ചേച്ചി ഒരേ അമ്മയുടെ ഉദരത്തില് ഉണ്ടായത് കൊണ്ട് ചേച്ചി എന്ത് പറഞ്ഞാലും കേൾക്കൂ. നീ എന്നാ 33 കോടി ദൈവങ്ങള് ഉണ്ട്. ആ ദൈവത്തിൽ ഏത് ദൈവത്തെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. നീ ഈ കാത്തലിക് ദൈവത്തെ പോയിട്ട് യേശുവിനെ ദൈവം പറഞ്ഞോണ്ട് നിനക്ക്, അവള് ചോദിച്ചത് ഇങ്ങനെ നന്നായിട്ട്, നിനക്ക് അത് വട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ആ ആ കർത്താവിന്റെ അടുത്ത്, ദൈവത്തിന്റെ അടുത്ത് എഴുതുന്ന ഭയങ്കര സമാധാനം നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് എന്താ എന്ത് സമാധാനം കിട്ടിയെന്ന് ചോദിച്ചു. അത് എനിക്ക് നിന്നോട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഞാൻ അത് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ വിഷമാണ്, ഞാൻ സന്തോഷമായിരിക്കുന്നു അവിടെ കോൺവെന്റിൽ എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ പറയാൻ പറ്റൂ. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എനിക്ക്. ഞാൻ മടങ്ങിപ്പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, സത്യം പറഞ്ഞ സംസാരിക്കുന്ന കർത്താവ് എന്ന് പറയുന്നു, എന്തുവാ ഇത്? ഇതെല്ലാം ചുമ്മാ ആണോ സത്യമാണോ എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ
എന്റെ കുടുംബത്തില് സംസാരിക്കണോ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നാളെ തൊട്ട് ഇവിടെ വന്നിട്ട് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കോ ഇത് കൊന്ത ചൊല്ലോ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. തീരുമാനം എടുത്താകുമ്പോ ഞാൻ ഒരാഴ്ച ഞാൻ പിന്നെ പോയില്ല. അപ്പൊ സിസ്റ്റർ വന്ന് ചോദിച്ചു, എന്താ സുധ അവിടെ വരാത്തത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ലായിരുന്നു, ക്ഷീണമായിരുന്നു, അങ്ങനെ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞു അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് താല്പര്യം കുറഞ്ഞു പോയി. അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യക്ക് ആൻസർ പറയട്ടെ. ബട്ട് അവിടെയാണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. കുറച്ച് 10ാം ക്ലാസ് പഠിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ട്രീസ. ആ ചേച്ചി പറഞ്ഞു, ഈ മറിയക്ക് സാരി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്കിൽ ജയിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ജയിക്കാൻ വേണ്ടി ഞാൻ ഇതിട്ടു. ഞാൻ 10ാം ക്ലാസ് ജയിച്ചാൽ നല്ല ഒരു സാരി മേടിച്ചു തരാം, എല്ലാവരും 100 രൂപ കൊടുത്ത് ഞാൻ 500 രൂപ സാരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു, പ്രോമിസ് ചെയ്തു. അവരുടെ മുമ്പിലാ ചെയ്യുന്നേ. പിന്നെ പൈസ എല്ലാം കൊണ്ടുപോയി ജോലി ചെയ്ത പൈസ എല്ലാം അവിടെ ഇട്ട് കൊടുക്കും. ഇതായിരുന്നു നന്മയ്ക്ക് വേണ്ടി, നന്മ കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ തോറ്റു 10ാം ക്ലാസ്. 10ാം ക്ലാസ് തോറ്റതോടെ ദേഷ്യോടി ദേഷ്യം. എല്ലാ കള്ളന്മാരും ഇത് മൊത്ത കള്ളത്തരാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇനി മേലെ അയ്യോ എന്റെ പൈസ അതിന് ഞങ്ങൾക്ക് കൈയിട്ട് എടുക്കാൻ പറ്റുമോ? എല്ലാ പൈസ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഡെയിലി ആഴ്ച ആഴ്ച കൊണ്ടുപോയി ഇടുകയും ചെയ്യൂ, തിരിച്ചെടുക്കാനും പറ്റത്തില്ലല്ലോ. എല്ലാം പറ്റിക്കലെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഭയങ്കര വിഷമായി. അവിടുന്ന് പിന്നെ വിഷമായി ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നാകുമ്പോ എനിക്ക് ബൈബിൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോ ആ സമയത്ത് പിന്നെ ഒരു ദിവസം ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തിരിച്ചു പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സായ അവസ്ഥയിൽ ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തി, ദൈവം വേണ്ട, നീ വേണ്ട അങ്ങനെ പറഞ്ഞു. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ നിസ്സായ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ബൈബിൾ വായിക്കുകയും പ്രൊവേഴ്സ് വായിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കോൺവെന്റിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒരു ബൈബിൾ അടിച്ചു മാറ്റണമെന്ന് എന്റെ മനസ്സിലുണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റത്തില്ല. വലിയ വലിയ ബൈബിൾ അവർ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് തൊടാൻ പറ്റുമെന്നും അറിയത്തില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ വേദങ്ങൾ തൊടാൻ പറ്റത്തില്ല, അവരുടെ വേദവും നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഡിവൈൻ സെന്ററിൽ പോകാനിടയായി. അപ്പൊ ഞങ്ങൾ പോയി അവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കർത്താവിന് മാത്രം എല്ലാവരും ഭയങ്കര അലറി വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കർത്താവെ നീ എന്നോട് സംസാരിക്കൂ, ദൈവമേ നീ എന്നോട് ഇടപെട, എന്നോട് സംസാരിക്കൂ. ഞാൻ നിന്റെ അടുത്ത് വന്നത് നീ എന്നെ ഒരു വാക്ക് ഇന്ത്യ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നോട് സംസാരിച്ചത് നീ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ എന്നോട് സംസാരിക്കുന്നത്. കർത്താവിനോട് അലറി വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിച്ചു. അത് വ്യാഴാഴ്ചയാണ് ഫാസ്റ്റിംഗ് ആണ്. ആ ദിവസം വ്യാഴാഴ്ച പ്രാർത്ഥിച്ചിട്ട് കുറെ സമയമായിട്ട് എനിക്ക് ഒന്നും അനുഭവം ഒന്നും പറ്റില്ല. തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷമായിരുന്നാലും എനിക്കൊന്നും അവിടെ സംഭവിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ആളോട് ചോദിച്ചു, ഈ ബൈബിൾ നമുക്ക് ഒരു പുസ്തകം കിട്ടുമോ എങ്ങനെയെങ്കിലും ചോദിച്ചു. അത് തരത്തില്ല, ഈ ചെറിയ ബുക്ക് എടുത്താൽ മതി, ഇത് പഠിച്ചാൽ മതി, അത് അച്ഛന്മാർ മാത്രം പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സീക്രട്ട് ആയിട്ട് വേറെ ഒരു കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി ഇല്ല എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുന്ന മുമ്പിൽ തന്നെ ഈ എന്റെ സിസ്റ്റർ 4 മാസം ഈ 4 മന്തിന്റെ ഇടയ്ക്ക് നടക്കുന്നത്, ആ 4 മന്തിന്റെ ഇടയ്ക്ക് എന്റെ അനിയത്തി എന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയി. കാണാതെ പോയ ഒരു സ്റ്റോറി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോ അവള് കാണാതെ പോയത് എവിടെ പോയതെന്ന് അറിയത്തില്ല. അപ്പോ ടിവിയിൽ കൊടുക്കണം, പേപ്പറിൽ കൊടുക്കണം എന്നെല്ലാം ഇത് ചെയ്തു. ഒരു കുട്ടി കാണാതെ പോയ ഭയങ്കര ദുഃഖമായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ ശരിക്ക് ദൈവമാണോ? ദൈവം തന്നെയാണോ? എനിക്ക് എന്തിനാ ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് തരുന്നത്? ഞങ്ങൾ നിന്നോട് എന്താ ദ്രോഹം ചെയ്തത്? ഞങ്ങൾ ഒത്തിരി പാപം ചെയ്തു, ക്ഷമിച്ചുവിടെ. നീ ക്ഷമിക്കുന്ന കർത്താവിന് പറയുന്നു, എന്താ ക്ഷമിക്കാൻ പറ്റാത്തത്? അപ്പൊ ഞങ്ങൾ മാത്രമാണോ ഈ ലോകത്തിൽ എത്ര ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കും, ഞങ്ങൾക്ക് മാത്രം സമാധാനമില്ല, സന്തോഷമില്ല? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ അനിയത്തി എവിടെ പോയതെന്ന് അറിയത്തില്ല. അപ്പോ അങ്ങനെ പോയ ഭയങ്കര പേർദോഷ. ഞങ്ങൾ അഭിമാനത്തിന് വേണ്ടി ജീവിക്കുന്നതാ. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ അനിയത്തിയോട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, ഞാൻ ഇന്ന് ഇവിടെ വന്ന് മുട്ടുമുടക്കണമെങ്കിൽ എന്റെ അനിയത്തി മടങ്ങി വരണം. അവള് എന്നെ കൂടെ ഇരുന്നിട്ട് യേശുവിനെ ഇവിടെ വിളിക്കണം. എന്നാൽ മാത്രമേ നിന്നെ ഞാൻ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് യേശുവിനെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ഞാൻ അവിടെ ശപഥം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4 ഡേയ്സ് എടുത്തില്ല. അവള് 4ാമത്തെ ദിവസം ആകുമ്പോ എന്നെ അവള് വിളിച്ചു കോൺവെന്റില്. വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി
തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ എന്തിനാ പോയത്? ഹൊസൂറിലാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, "ഞാനിപ്പോ വീട്ടില് വരാൻ പറ്റത്തില്ല." "എന്ത് പറ്റിയെന്ന്?" ചോദിച്ചു. "ഞാൻ കൺവേർട്ടായി." "കൺവേർട്ടെന്ന് പറഞ്ഞാ എന്തോ?" ചോദിച്ചു. "ഞാൻ ക്രിസ്ത്യാനിയായിന്ന്" പറഞ്ഞു. അയ്യോ! എനിക്ക് അന്ന് ഉണ്ടായ ആ സന്തോഷം അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, "നീ വാ, എന്റെ അടുത്ത് വാ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ? നീ അന്ന് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്?" അപ്പൊ അവള് പറഞ്ഞു, "ചേച്ചി പറഞ്ഞത് കറക്റ്റാ. ഇതാണ് യേശുവാണ് സത്യദൈവം" അവള് പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു സിസ്റ്ററോട് പറഞ്ഞു, "സിസ്റ്ററെ, എന്റെ അനിയത്തി 4 മാസം കാണാതെ പോയായിരുന്നല്ലോ. അത് ഞാൻ സ്റ്റോറി സിസ്റ്ററോട് പറഞ്ഞായിരുന്നു. അവിടെ അവരെല്ലാം പ്രാർത്ഥിച്ചായിരുന്നു. എന്നാലും അനിയത്തി മടങ്ങി വരുവാ. നാളെ എന്നെ വീട്ടിൽ വിടണം. പ്ലീസ്" എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുമ്പോ അവള് വന്ന പിറ്റേ ദിവസമാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്ന പിറ്റേ ദിവസം ഞങ്ങക്ക് ബാപ്റ്റിസമാണ്. അവിടെ ഒരു പാസ്റ്റർ അതെങ്ങനെ ഉണ്ടായിന്ന് എനിക്കൊന്നും അറിയില്ല. ഞങ്ങള് സ്നാനപ്പെട്ടു. ഞങ്ങള് രക്ഷിക്കപ്പെട്ടു എന്നോ സ്നാനപ്പെട്ടതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കൽപ്പന പെട്ടെന്ന് അവർ ഞങ്ങളെ 4 പേരെ ഒന്നിച്ച് സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തിയത് മാത്രമല്ല, കമ്മലും മാലയെല്ലാം ഇടിപ്പിച്ചു. അത് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുറെ നാളുകള് ശേഷം ഞാൻ പിന്നെയും കോൺവെന്റിൽ പോയി. ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തില് ഞാനായിരുന്നു. കുറച്ച് നാള് കോൺവെന്റിൽ നിന്നാകുമ്പോ ഞാൻ കൂടുതലായിട്ട് സത്യത്തെ അറിഞ്ഞാകുമ്പോ എനിക്ക് ഇവരെല്ലാം തെറ്റില്ല ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അവരുടെ ജീവിതം നോക്കുമ്പോ എന്റെ ചിന്താഗതിയോ അവരുടെ ജീവിതമോ ഒത്തിരി ആകാശഭൂമി പോലെ കാണുന്നു. ഞാൻ ഒരു സെപ്പറേറ്റ് ആളെ പോലെ എനിക്ക് തന്നെ തോന്നുമായിരുന്നു. നീ നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ തന്നെ തോന്നും. അങ്ങനെ തോന്നിയാകുമ്പോ ഞാൻ അവിടുന്ന്, "സിസ്റ്ററെ, ഞാൻ ഇനി മതി, ഞാൻ ഇവിടെ നിൽക്കത്തില്ലെന്ന്" പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി വരികയും ഞാൻ പിന്നെ ചർച്ചിലാണ് നിന്നത് കുറച്ച് നാൾ. അപ്പൊ ബ്രദർസ് എല്ലാം എതിരായി. ഞങ്ങളുടെ വീട്ടിൽ പോലീസ് പട്ടാളം എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പോലീസ് കേസ് എന്ന് പറഞ്ഞ പോലീസ് വന്നു. കേസായില്ല, പോലീസ് എല്ലാം വന്നു. ഞങ്ങള് ഈ എന്താ ഞങ്ങള് കൺവേർട്ട് ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രയാസങ്ങളെല്ലാം തന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒന്നും പ്രയാസമായിട്ട് തോന്നില്ല. ഞങ്ങളുടെ ഫോട്ടോ എന്റെ അനീതിയെല്ലാം എന്താ പറയാ വിട്ടു എന്ന് പറഞ്ഞിട്ട് പല രീതിയിലാ ഞങ്ങക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോ ഞങ്ങക്ക് ഒന്നും തോന്നില്ലായിരുന്നു. ഞങ്ങക്ക് 4 സിസ്റ്റേഴ്സ് അമ്മ കൂടെ ഉണ്ട്, ബാക്കി ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും തുപ്പാൻ തുടങ്ങി. ഞങ്ങള് ഈ ഭയങ്കര പ്രശ്നമായി. ഞങ്ങൾ എന്തുകൊണ്ട് ഇത്രേ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി, എന്താ പ്രശ്നം ചോദിച്ചു. അവർ എന്താ നിങ്ങൾക്ക് തന്നാ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോയി. അവിടുന്ന് ഈ സുവിശേഷ വിരോധികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ശരിക്ക് സുവിശേഷത്തിലേക്ക് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവര് റോഡിൽ നടക്കുമ്പോഴെല്ലാം ഭയങ്കര പ്രശ്നം. അപ്പൊ നമുക്ക് വാശി, ഇതെന്തോ ഇവർക്ക് എന്നാ പ്രശ്നം, എന്നാ ഇത് എന്റെ സ്വന്തം ഇഷ്ടമല്ലേ എന്ന് ചോദിക്കൂ. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളോട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇതില് നന്നായിട്ട് എനിക്ക് പറയാൻ അറിയാം. ഞങ്ങൾക്ക് ഒരു സമാധാന സന്തോഷം ഈ ഭൂമിയിൽ കിട്ടിയിട്ടില്ല. ഇപ്പൊ യേശുവിൽ വന്ന ശേഷം നമുക്ക് സമാധാനം. നിങ്ങൾ ഇത് വിശ്വസിച്ച് നോക്കുന്ന." അപ്പോഴാ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ പോലീസ് വരാൻ തുടങ്ങി. പോലീസ് വന്നാകുമ്പോൾ പോലീസോട് ഞങ്ങൾ സുവിശേഷം പറയാനിടയായി. പോലീസ് വിളിച്ച് നമ്മളൊന്നും കള്ളത്തരം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇന്ത്യ രാജ്യത്തില് ഏത് മതം വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അത് മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യം കൊണ്ടു തന്നില്ലേ. അതുകൊണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരോട് ചോദിച്ചാകുമ്പോ, നീ വേണമെങ്കിൽ വിശ്വസിച്ചോ, ബട്ട് മറ്റുള്ള ആൾക്കാർക്ക് പറയണ്ട." അപ്പൊ ഞാൻ ചോദിച്ചു, "അതുകൊണ്ടല്ലേ സാറോട് ഞാൻ പറയുന്നില്ല, സാറിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത് ഒറ്റ ഒരു ലൈഫ് ഉള്ളൂ. മരണാനന്തരം ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, ഞങ്ങൾ എവിടെന്നാ വന്നത്, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ?" നമുക്ക് ഭയങ്കര വിശ്വാസവും ധൈര്യം. അവർ ഒന്നും നമുക്ക് വിഷയമേ അല്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇന്ന് മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആ ഒരു ധൈര്യം ഞങ്ങളുടെ ഉള്ളിൽ വന്നു. അങ്ങനെ എന്നെ RSS വിളിച്ചിട്ട് ഭയങ്കര ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിലെല്ലാം നമ്മള് കർത്താവ് കൃപ തന്നു, അവിടെ നിർത്തി ദൈവം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മർദ്ദളം ഈ നെട്ടണ എന്ന് പറയുന്ന മംഗലാപുരത്ത്, അവിടെയാണ് ഞങ്ങൾ ഈ ഗോസ്പൽ ആക്ഷൻ എന്നൊക്കെ ഫെലോഷിപ്പ് ഉണ്ട്. അവര് പെരുമ്പാവൂരിലാണ് ആ ഓഫീസ് ഉള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയി. അവിടെ പല വീട് വീട് കയറി സുവിശേഷം പറയുകയും കുറെ നാളുകൾ ശേഷം എന്റെ വിവാഹം നടക്കുകയും ചെയ്തു. വിവാഹം നടന്ന ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഞങ്ങള് വിവാഹം നടന്ന ശേഷം ഞങ്ങള് ആന്ധ്രയ്ക്ക് വന്നു. ആന്ധ്രയിൽ വന്നിട്ട്
കുറെ വർഷം 2 വർഷം ഞങ്ങൾ കേരളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആന്ധ്രയ്ക്ക് വന്നു. ആന്ധ്രയിൽ വന്നിട്ട് 10 വർഷം ഞങ്ങൾ അവിടെ സുവിശേഷ വേല ചെയ്തു. അവിടെ 10 വർഷം സുവിശേഷ വേല ചെയ്യുന്ന ഇടയ്ക്ക് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അതിനു വേണ്ടിയാണ് കർത്താവ് ഞങ്ങളെ അവിടെ അയച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ വളരെ എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഇത് എനിക്ക് ഇപ്പോൾ കഷ്ടപ്പാടുകളല്ല അല്ല എല്ലാം നന്മയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് എനിക്ക് ചെയ്തത്. തിന്മയ്ക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് 2009 9 ഒരു ദൈവം നമുക്ക് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്നു. 10 ആ കുഞ്ഞിനെ കർത്താവ് തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ അതിലൂടെയാണ് നമ്മുടെ വിഷൻ, എന്താ പറയാ, ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ കർത്താവ് മാറ്റി. ആം, മരണമേ നിന്റെ ജയം എവിടെ? കർത്താവ് മരണത്തെ എന്താ പറയാ, ഈ മരണം നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല എന്ന വിശ്വാസം എനിക്ക് കൂടുതലായിട്ട് കർത്താവ് തന്നു. അപ്പൊ ഞങ്ങള് ജീസസ് മിഷൻ എന്ന മിഷനറി അവിടെ അങ്ങനെ സാജു ജോൺ മാത്യുയുടെ കൂടെ ആയിരുന്നു. അവിടെ ഒരു 7-8 വർഷം സാജു ജോൺ മാത്യു പാസ്റ്ററുടെ കൂടെ ഞങ്ങൾ മിഷനറി ആയിട്ട് ആന്ധ്രയിലായിരുന്നു. അവിടെ ദൈവം അത്ഭുതകരമായിട്ട് വളരെ അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ ദൈവം നടത്തിയത്. അപ്പോ കർത്താവ് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസം ഈ കഷ്ടത പ്രയാസം ത്തിന്റെ നടുവില് ദൈവം ഞങ്ങൾക്ക് വലിയ ഒരു എന്താ പറയാ നിധിയാണ് തന്നോണ്ടിരുന്നത്. ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ലെങ്കിൽ അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്, ഭയങ്കര അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു കുട്ടി HIV പോസിറ്റീവ്, അവരുടെ അമ്മ മരിച്ചുപോയി. പിന്നെ ಇನ್ನೊಂದು കുട്ടി HIV പോസിറ്റീവ് അല്ല, ഒരു അമ്മ അവർക്ക് പിന്നെ നമുക്കതൊന്നും വ്യക്തമായിട്ട് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിത ചരിത്രങ്ങള്. പിന്നെ ഒരു കുട്ടി ഒരു 13 വയസ്സിലാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. ആ കുട്ടി 17 വയസ്സാകുമ്പോ അവിടെ അമ്മ മരിച്ചു. അങ്ങനെ ആ കുട്ടി നമുക്ക് കിട്ടി. ഇതിന് അവിടുത്തെ ഗവൺമെന്റ് കൂടെ നോക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എടുത്തു നോക്കി, ആരെങ്കിലും അവരുടെ ബന്ധുക്കൾ വന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വളർത്തിയത് കുറച്ചു നാള്. അപ്പൊ അങ്ങനെ ഈ 3 കുട്ടികളെ ഞങ്ങൾക്ക് കർത്താവ് കൃപ തന്നു ഞങ്ങളുടെ വീട്ടിൽ വളർത്താനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മോനുണ്ട്. ആ മോന് ഇപ്പൊ ബാംഗ്ലൂരിലാ. അപ്പോ ആ മോന്റെ കൂടെ ഇവര് വളർന്നു. അതിൽ ഒരു മോളെ ഞങ്ങള് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവളിപ്പോ ചെന്നൈയിലായിരിക്കുന്നു. അവര് ദൈവവേലയിലായിരിക്കുന്നു. ഈ ഡപ്പയുടെ ഇടയ്ക്ക് അവർ ജോലി ചെയ്യുന്നു. പിന്നെ ഒരു മോന് HIV പോസിറ്റീവ് ആകുന്നു. അപ്പോ ആ കുഞ്ഞ് ബാംഗ്ലൂരിലാ പഠിക്കുന്നേ. അവന് BCA 4th ഇയർ പഠിക്കുന്നു. അവന് 24-25 ഇയേഴ്സ് ഉണ്ട് ഇപ്പോ. അവന് കർത്താവിന്റെ കൃപയാൽ ഒരു പ്രയാസം ഇല്ലാതെ ദൈവം അവനെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇതേ പ്രകാരം HIV വന്ന ആൾക്കാര് എല്ലാവരും ഒരു ദിവസം മരിക്കണോ? HIV വന്ന കുഞ്ഞുങ്ങള് ഒത്തിരി വർഷങ്ങള് അവർക്ക് ലൈഫ് ഉണ്ടാവത്തില്ല. പക്ഷെ ഈ മോന് ഒത്തിരി പ്രാവശ്യം മരണത്തിലേക്ക് കടന്നാല് അവന് ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കുന്നേ. ഇപ്പോ ഭയങ്കര സന്തോഷമായിട്ടായിരിക്കുന്നേ. നമ്മളെ എല്ലാവരെക്കാളും ഹെൽത്തിയാണ് അവന് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് കർത്താവിന്റെ കൃപയാണ് അവനെ നടത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന് ഈ ഓൾഡ് ഏജ് ആൾക്കാരെ നന്നായിട്ട് ഹോം നഴ്സ് അല്ല, നേഴ്സ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുന്നു. രാത്രി പകൽ എല്ലാം അധ്വാനിക്കുന്നു. ഇതേ സമയത്തിൽ പഠിക്കുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാനുള്ള ഈ സർവ്വകലാവല്ലഭൻ പോലെ എല്ലാ കാര്യമാണ് ദൈവം കഴിവുകൾ കർത്താവ് കൊടുത്തു. അത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. ഈ മോള് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ദൈവം എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഈ കർത്താവ് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പില് ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ മണ്ണിൽ മണ്ണായിട്ട്, ഞാൻ ആർക്കും അറിയാതെ ശൂന്യമായിട്ട് ഈ പഞ്ചഭൂതങ്ങളോട് ചേർന്ന് പറഞ്ഞ എന്താ പറയാ ഈ തത്വത്തോട് എനിക്ക് അറിയില്ല, ഞാൻ ഇല്ലാതായി പോയേനെ. ദൈവം എന്നെ ഇന്ന് ജീവിപ്പിച്ചിരിക്കുന്നത് ഈ കർത്താവിനെ സത്യത്തെ മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കർത്താവ് മാനവരാശി ഈ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്റെ വിശ്വാസത്തില് ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞാല്, സകല മാനവ പാപ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു 2025 വർഷങ്ങൾ മുമ്പിൽ മറിച്ചത്, ഉയർത്തെഴുന്നേറ്റത് എല്ലാം അവനിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി
അവരുടെ പാപം പരിഹരിക്കപ്പെട്ടിട്ട് അവർ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കിത് ഇപ്പൊ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിൽ അത് സത്യമാണ്. എന്നെ ഈ ദൈവമാണ് നടത്തുന്നത്. ഇന്ന് മരിച്ചാൽ നാം നിത്യത്തിലേക്ക് കടക്കും. അത് ക്രിസ്തുവിന്റെ കൂടെ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ മരിച്ചു, ഇന്ന് ക്രിസ്തുവിന്റെ കൂടെ, അവന്റെ കൂടെയാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ ഞങ്ങൾ അവനോട് കൂടെ വെളിപ്പെടൂ. സകല ജാതികള് കർത്താവ് വരുമ്പോ അവന്റെ മുമ്പിൽ എല്ലാവരുടെ കണ്ണു തൊഴി കാണൂ എന്ന പോലെ. എനിക്ക് മലയാളം ശരിക്കും അറിയാത്തത് കൊണ്ട് എനിക്ക് വചനം പറയാൻ പറ്റില്ല, സോറി. ഇത് എല്ലാ സകല ജനങ്ങള് അവരെ കാണും, ആ കർത്താവിനെ കാണും. ഈ മദ്യവാനിൽ വെളിപ്പെടുമ്പോ ഞങ്ങൾ അവനോട് കൂടെ വെളിപ്പെടണമെങ്കിൽ അവനിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആ നിത്യജീവൻ അവർക്ക് ഉള്ളൂ, അല്ലാത്തവർക്ക് നിത്യജീവൻ ഇല്ല എന്ന ഈ ഒരു സത്യ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്നെ പൂർണ്ണമായിട്ട് രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഇവിടുന്ന് മാറ്റപ്പെട്ടാല് ഞാൻ കർത്താവിന്റെ സ്വന്തമാണ്. എനിക്ക് നിത്യജീവമുണ്ട്. മറ്റ് എന്റെ അമ്മ പറഞ്ഞ പോലെ 7 ജന്മ ഉണ്ട്. 7 ജന്മത്തില് ജനിച്ച് അടുത്ത 7ാമത്തെ ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് അമ്മ അന്ന് പറയുമായിരുന്നല്ലോ. അപ്പോ ഈ 7 ജന്മ അതെല്ലാം ശൂന്യ, അത് എല്ലാം വെറുതെ ആയിരുന്നു, വെറുതെ പൊട്ട കഥകളായിരുന്നു. ഇതിനെ വിശ്വസിച്ച് എത്രയോ പേര് എന്നെ പോലെ തന്നെ എനിക്ക് അറിയുന്ന ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ച് അവർക്ക് എങ്ങോട്ടാ ഞങ്ങൾ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് അറിയാതെ അനേക ആൾക്കാർ ഈ ഇരുട്ടിൽ ജീവിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ എല്ലാവർക്കും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നെ രക്ഷിച്ചത് യേശു മാത്രം. ഈ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, ഒരു മതത്തിന്റെ ദൈവം അല്ല യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ഒരു മതത്തിന് വേണ്ടി അല്ല ഈ കർത്താവ് വന്നത്. സകല മനുഷ്യരെ ലോകസ്ഥാപനം മുമ്പിലേ കർത്താവ് കണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, അവരെ ലോകത്തിന്റെ വീണ്ടെടുക്കാൻ വേണ്ടി പാപമില്ലാത്ത ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ മറിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഞങ്ങളെ വിളിക്കാൻ വേണ്ടി മദ്യവാനിൽ ഒരു നാൾ വരുമ്പോൾ അവനിൽ ആരൊക്കെ വിശ്വസിക്കുന്ന എവർ ഈ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന അത് സത്യമാണ്. അത് നമുക്ക് വെറുതെ പറയുന്നതല്ല, നമ്മുടെ ബുദ്ധിയിൽ തോന്നിയതുമല്ല, ഞങ്ങൾ ഒരു പുസ്തകം പഠിച്ചിട്ട് പറയുന്നതുമല്ല. ഇത് ആത്മാവ് വെളിപ്പെടുത്തി തന്നതാ. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന മുമ്പിൽ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നാം പോകുന്നത് നല്ലതാണ്, പോയാൽ കാര്യസ്ഥന് നിങ്ങളുടെ അടുക്കൽ അയക്കൂ, ആ കാര്യസ്ഥന് നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തൂ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് കർത്താവ്. പരിശുദ്ധാത്മാവ് നമുക്ക് അങ്ങനെയാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഇതിനെ വെളിപ്പെടുത്തി തന്നത്. എന്നോട് ഓരോ വ്യക്തി ഈ മതത്തിലേക്ക് വാ, ഇതാണ് സത്യ, ക്രിസ്ത്യൻസ് ആയാൽ മതി, നിനക്ക് നിത്യജീവൻ. ഒരാൾ എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരാൾ സുവിശേഷം പറഞ്ഞതുമല്ല. എനിക്ക് വേദവചനം പഠിച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധി ഇല്ലായിരുന്നു, എനിക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ ഈ ദൈവത്തിനെ മാറ്റാൻ പറ്റുമെങ്കിൽ മറ്റുള്ള ആൾക്കാരെ, ഈ കഷ്ടത്തില് ഈ ഇരുട്ടില് ഇരിക്കുന്നവരെ ഇതേ വെളിച്ചം തന്നിട്ട് അവരെ രക്ഷിക്കാൻ കർത്താവ് ശക്തനാണെന്ന് ഞാൻ പറയുന്നു. ദൈവ ഈ സമയം തന്നതോർക്ക് പാസ്റ്ററിനെ, പിന്നെ അർമ TV ഈ പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ഇനി കൂടുതലായിട്ട് ദൈവം അവസരം കിട്ടുമ്പോ എന്റെ ജീവിതത്തില് ദൈവം ഓരോ ദിവസം എന്നെ നടത്തിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസിലൂടെ ദൈവം നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ദൈവസന്നിധിയില് ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ കുഞ്ഞി ഇത് 2010 ഈ ലോകത്തിന്റെ മാറ്റപ്പെടുമ്പോ എനിക്ക് വെളിപ്പാടുകളെ കുറെ തന്നു ദൈവം. ആ കുഞ്ഞിനെ കടത്തുന്ന സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്. അതേ സ്ഥലത്തില് ഞങ്ങൾ ആന്ധ്രാപ്രദേശത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഭയങ്കര വിഷമ വേദനയായിരുന്നു. ഞാൻ ഇപ്പോൾ കറി പറഞ്ഞു ആ സമയത്തിൽ എന്റെ ഉള്ളിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞിനെ ദൈവം എടുത്തോണ്ട് പോയ ശേഷം 4 മാസം ഞാൻ ഭയങ്കര വിഷമ വേദനത്തെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ആ നെറ്റിട്ട് എവിടെയാണ് ഈ കുഞ്ഞായിരിക്കുന്നത്, ഞാൻ ആ കുഞ്ഞിനെ കണ്ടു. ഇവിടെയല്ല, ഈ ഭൂമിയിലൊന്നും അല്ല ആ കുഞ്ഞിനെ കണ്ടത്. കർത്താവ് ഇത് ഒരു
പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്തിൽ അങ്ങനെ കുറെ ആ ഒരു ആശ്വാസം എനിക്ക് ദൈവം തന്നു. അത് കഴിഞ്ഞ ശേഷം ഇതുവരെയ്ക്ക് എനിക്ക് എന്റെ കുഞ്ഞ് ഈ ലോകത്തിന്റെ മാറ്റപ്പെട്ടുന ഇതുവരെയ്ക്ക് എന്റെ ഹൃദയത്തിൽ വേദന ദുഃഖം ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഹോപ്പ് ഉറപ്പ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല പല രോഗാവസ്ഥയിലേക്ക് കടന്നു നടന്നു, മരണത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. 1.5 വർഷം മുമ്പിൽ സ്ട്രോക്ക് വന്നു. ഇനി ഞാൻ 2 ഹോസ്പിറ്റലിൽ എന്നെ ഉപേക്ഷിച്ചതാ. അത് കഴിഞ്ഞിട്ട് അത് മുമ്പിൽ എനിക്ക് ഇങ്ങനെ ലെൻസിൽ 1.5 ലിറ്റർ ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം എന്നെ പ്രശ്നമായിട്ട് അത് കുറെ നാളുകൾ മുമ്പിൽ 7-8 വർഷം മുമ്പിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ചു. മറ്റ് ഈ പ്രശ്ന നടുവിൽ ഞാൻ ജീവനോട് ആയിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ പറയുന്നത്, എന്നെ ജീവനോട് ആക്കിയിരിക്കുന്ന ഈ കർത്താവ് എന്നിലൂടെ എന്തോ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഈ എന്നിലൂടെ കർത്താവിനെ എന്തൊക്കെ ചെയ്തെടുക്കണമെന്ന് ഈ ഭൂമിയില് കർത്താവിനെ അറിയേണ്ട രീതിയിൽ കൂടുതലായിട്ട് രുചിച്ച് അറിയാൻ വേണ്ടി അത് ഇനി വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ കർത്താവിനെ എന്നെ ആക്കേണ്ട ആവശ്യം ഒന്നും ഇല്ലാന്ന് എനിക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം, നന്ദി പറയുന്നു. പ്രിയ പാസ്റ്ററിനെ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ സുധാചേ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു കേരളത്തിന് വെളിയിൽ മറ്റൊരു സംസ്ഥാനത്ത് കർണാടകത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്ന അത്ഭുതകരമായ ഒരു വഴിയുടെ ആ പാതകൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന വിധത്തെക്കുറിച്ച്. എത്ര അത്ഭുതകരമായിട്ടാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം കടന്നു വന്നത്. ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ അവർ ഉപയോഗിക്കാതെ ഇരുന്ന ബൈബിൾ യാദർച്ഛികമായി എടുത്ത് വായിക്കുവാൻ ഇടയായി തീർന്നു. ആ ബൈബിൾ വായിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, നീ എന്തിനാണത് ബൈബിൾ വായിച്ചില്ലെങ്കിൽ നിനക്ക് ദോഷമുണ്ടാകും, അതുകൊണ്ട് നീ അത് ബൈബിൾ മുഴുവനും വായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുഖാന്തരമായിരുന്നു. കർത്താവിനെ അറിയുവാൻ, കർത്താവ് ജീവിതത്തിലേക്ക് വരുവാൻ, യെശയ്യാപ്രവചനത്തിലേക്ക് വന്നപ്പോൾ അവിടെ ശരിക്കുമുള്ള ദൈവീയ വെളിപ്പാട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഉൽപ്പത്തി മുതൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വരെ വായിക്കേണ്ടിയിരുന്നു. അത് വാസ്തവത്തിൽ ആ വീട്ടിലുള്ള സഹോദരി അങ്ങനെ പറഞ്ഞത് തന്നെ നന്നായി. ഇല്ലായിരുന്നുവെങ്കിൽ സുധ സിസ്റ്റർ ആദ്യത്തെ വായിച്ച ആ ഒരു ഭാഗം കൊണ്ടവിടെ നിർത്തുമായിരുന്നു. എന്നാൽ ആ വീട്ടുകാർ പറഞ്ഞു, നീ മൊത്തം ബൈബിൾ ഇനി വായിച്ചില്ലെങ്കിൽ നിനക്ക് ദോഷമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആ ബൈബിൾ തുടർമാനമായി വായിക്കാനിടയായിരുന്നു. അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തുടർമാനമായി വായിച്ചതും. ശരിക്കും ആരാണ് ദൈവം, ആരാണ് ദൈവം അല്ല എന്ന് തിരിച്ചറിഞ്ഞത്. സ്തോത്രം. കല്ലുകൊണ്ടും തടി കൊണ്ടും മണ്ണ് കൊണ്ടും ഉണ്ടാക്കപ്പെട്ടത് അല്ല ദൈവം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സത്യദൈവം ആരാണെന്ന് അവിടെ വച്ച് തിരിച്ചറിയുവാനും ആ തിരുവെഴുത്തുകളിലുടനീളം പറഞ്ഞിരിക്കുന്നതായ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവായ സ്വർഗത്തിലെ ദൈവം ആരെന്ന് അവിടെ വെച്ച് സിസ്റ്ററിന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അവിടുന്ന് മുന്നോട്ട് പോയെങ്കിലും പല സന്ദർഭങ്ങളിലായി ജീവിതത്തിൽ പല നിരാശകൾ വന്നു, പലപ്പോഴും പല പ്രയാസങ്ങൾ വന്നപ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ പല ആവർത്തി ശ്രമിച്ചെങ്കിലും ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണല്ലോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ ഇടപെടുവാൻ ഇടയായി തീർന്നത്. ആ ദൈവത്തിൻ്റെ വചനം
അന്ന് അവിടെ വെച്ച് ഇടപെട്ടത് കൊണ്ടാണ് ദൈവം ഹൃദയത്തിലേക്ക് കടന്നു വരുവാനും ദൈവപ്രവൃത്തി തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പ്രിയ സുദാസിന്റെ ജീവിതത്തെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. സുദാസിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. പ്രിയ ചേസ് പാസ്റ്ററുടെ ജീവിത പങ്കാളിയായിരിക്കുവാൻ ചേസ് പാസ്റ്റർ ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് പെന്തക്കോസ്ത് സമൂഹത്തിന് മാത്രമല്ല വിവിധ വിഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ ദാസൻ ഒരു അഭിമാന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവീയ ശുശ്രൂഷകൾ പ്രത്യേക ഒരു ശുശ്രൂഷയാണ്. അതൊരുപാട് പേർക്ക് വിടുതലായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവദാസനെ ദൈവം ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരിക്കുവാൻ, മാതൃകയുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നിങ്ങളെ കുടുംബമായി ആക്കി വച്ചിരിക്കുന്നല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് കർത്തൃദാസിയുടെ ഈ സാക്ഷ്യം ഒരുപാട് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സുധാ സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥന. ദൈവമേ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സമയത്തിന് ദൈവമേ ഈ അർമ്മ ടി വി പ്രവേശിക്കന് വേണ്ടി ഞാൻ സ്തോത്രം പറയുന്നു കർത്താവെ. അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുതങ്ങൾ കർത്താവെ ഇവരെ കേൾപ്പിക്കുവാന് കർത്താവെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലെ കർത്താവെ അങ്ങ് ഓരോ ദിവസം നടത്തിയ പാതകളെ ഓർത്ത് നന്ദി പറയുവാന് കർത്താവ് കൃപ തന്നുള്ള ദൈവമേ. അർമ്മ ടി വി പ്രേക്ഷകർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അനേകർ ജീവനുള്ള സാക്ഷി ഈ അർമ്മ ടി വിയിലൂടെ അനേകരെ കേൾപ്പിക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് അയക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇടയായി തീർക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഒഴിവാക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവമേ കൃപ ചെയ്യണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ആ സാക്ഷി ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തി എത്ര വലുതാണെന്ന കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണ ദൈവമേ ആ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എത്ര ഭാഗ്യമെന്ന് അറിയുവാൻ തക്കവണ്ണ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രിയ മകനെ കർത്താവെ അവിടെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ അർമ്മ ടി വിയിലൂടെ കർത്താവെ അനേകർക്ക് ഈ കർത്താവെ ഒരു വെളിച്ചമായിട്ട് ജീവനുള്ള സാക്ഷിയെ അനേകരെ കേൾപ്പിക്കുവാൻ തക്കവണ്ണ ഒത്തിരി ആൾക്കാർ ബന്ധനത്തിൽ അധൈര്യപ്പെട്ടിട്ട് ഭാഗത്താൽ കിടക്കുന്ന ആൾക്കാരെ ഉണർത്തുവാൻ തക്കവണ്ണ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ആയി തീരട്ടെ കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളെ കർത്താവ് നൽകുന്നതായി സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ആശീസ് സിസ്റ്റർ സുധാ ചേസ്. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പ്രേക്ഷകർക്കും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടതായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടി വിയുടെ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം.
വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com